ഈ പാലാകണേ നടക്കാനുള്ള പാലം, ഈ പാലം വരുന്നതിന് മുന്നേ ചങ്ങന്മാര് റോഡ് തന്നെ ക്രോസ് ചെയ്തിട്ട് ഓടി പോയി. അപ്പുറത്ത് സ്കൂൾ ഇവിടെ മാത്രമേ ഉള്ളൂ സേവാമന്ദിർ. ഇവിടെ 2 ഉണ്ട്. ഇവിടെ വേറെ എവിടെയും വെക്കാത്ത എന്താ? ഇത്ര ബുദ്ധിമുട്ടല്ലേ ആൾക്കാർക്ക്? ഇവര് ഓട്, അതാണ് പ്രശ്നം. ഈ ഓടുന്ന പറഞ്ഞാൽ അത്ര വലിയ നല്ല സംഗതിയല്ല. കാരണം വണ്ടി ഓടുന്നതല്ല, മുറിച്ച് കിടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ മുറിച്ച് കിടക്കുക കുട്ടികളൊക്കെ, കുട്ടികളും വലിയല്ലോ എല്ലാവരും. ഇത് എനിക്ക് ഞാൻ പറയുന്നത് അങ്ങ് അറ്റം വരെ വേണം എല്ലാ സ്ഥലത്തും. അറ്റ്ലീസ്റ്റ് ഒരു 1 കിലോമീറ്റർ ദൂരത്തെങ്കിലും വെക്കണം ശരിക്കും. അതുപോലെ ഓവർ ബ്രിഡ്ജ്. കോഴിക്കോട് ഭാഗത്തൊക്കെ മഴ ഉണ്ടാവില്ല, റോഡ് ഡ്രൈ ആയി ഇവിടത്തെ. ഇന്നലെ ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ഇട്ടിട്ട് സ്കിഡായി വണ്ടി. ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, തൊലിഞ്ഞ സാധനം, മഞ്ഞ കളറ്, അതിൻ്റെ മേലെ നിന്നാണ് വന്നടിച്ചത്. ഇവിടുന്നേ ഇങ്ങോട്ട് മാറണം. കാരണം ഇന്നലെ ആ ഇന്നോവ കിടക്കണക്കണം. അവിടെ എത്തിയതിനു ശേഷം ഞാൻ നേരെ പോയി കണ്ട് തിരിഞ്ഞ് ഇൻഡിക്കേറ്ററും ബ്രേക്ക് പിടിച്ചതും കൂടെ ഒരുമിച്ച് എന്തായാലും വണ്ടി ഒരു പോക്ക് പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ പോയി ഇടിച്ചു. എന്ന് തീരും ഈ പാലം? ഞാൻ ഇപ്പോൾ ഇവിടെ മറ്റേ സെവൻസ് ഫിലിം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. മലയാളം പടമല്ലേ സെവൻസ്? പഴയ അതിൽ ഈ റിസോർട്ടുണ്ട്, കടവ് റിസോർട്ടുണ്ട്. അതിൻ്റെ വീട്ടിൽ മറ്റേ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സീൻ. എനിക്ക് ഓർമ്മയില്ല എൻ്റെ കഥ. ഇതല്ല മറ്റേ റീൽസിൽ മമ്മ ചോദിച്ചേ എനിക്കിപ്പോൾ ഓർഡർ ചോദിച്ചാലാണ് ഞാനൊന്നും പറയുന്നില്ല, പറയാണ്ടിരിക്ക. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർഡർ ചോദിച്ചിട്ട് ഇത്ര ട്രോള് കിട്ടിയൊരു വണ്ടി വേറെ ഉണ്ടാവില്ല കേട്ടോ. നല്ല വണ്ടിയാണ് സംഭവം, നല്ല വണ്ടിയാണ്, നല്ല സ്പേസ് ഉണ്ട്. എന്താ പറയാ, ബൈക്കിന് പകരമൊക്കെ കൊണ്ടെടുക്കാൻ പറ്റില്ല. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലോങ് അതുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം മറ്റേ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഇല്ല, ഫാസ്റ്റ് ചാർജ് വരുന്ന മോഡലുണ്ട്, പക്ഷെ അത് മറ്റേ ഫാസ്റ്റ് ചാർജിങ് ആണ്, AC ഫാസ്റ്റ് ചാർജിങ് ആണ്. ടൈം എടുക്കും സാധനം കയറണമെങ്കിൽ. ഒരു 3-4-5 മണിക്കൂർ എന്തായാലും എടുക്കും ഫുള്ളാവണമെങ്കിൽ. അധികം ഇവിടെയൊക്കെ DC അല്ലേ ഉള്ളത്? അധികം DC ആണല്ലോ. AC-ൻ്റെ മാത്രമായിട്ടുള്ള ഗണ്ണ് അതിന് സ്യൂട്ടാവുള്ളൂ. AC മാത്രമുള്ള ഗണ്ണ് KCB-ൻ്റെ ചാർജിങ് സ്റ്റേഷൻസിലാണ് അധികം ഉണ്ടാവുക. പിന്നെ നമ്മളെ MLA അല്ലേ, രമേശ് പിഷാരടിൻ്റെ അടുത്തുണ്ട് വേറെ വെറൈറ്റി കളർ. നല്ല രസമാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. പക്ഷെ അതിൻ്റെ പ്രൈസിങ് ആണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. 10-11. ഞാൻ വൈദ്യുതരെ റിവ്യൂ കണ്ടിന്, അതിൽ അയാൾ പറയുന്നത് ഓട്ടോറിക്ഷക്കും പിന്നെ കോമറ്റിനും വേറെ തന്നെ പാർക്കിംഗ് ആണ്. ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിനായപ്പോ ഇതെവിടെയും നിർത്തിടാ. ഏത് ചെറിയ മഴ പെയ്യുന്നുണ്ട്.